ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ആന്ധ്രയിലൊക്കെ ഉള്ള നെല്ലൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നെല്ലൂർ മട്ടൻ ബിരിയാണിയാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് ഒരു പാൻ വെക്കുക. നല്ല ചൂടുകെട്ടുള്ള പാത്രമായിരിക്കണം. അതിനകത്തേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ജാതിപത്രി, അത് എന്തായാലും വേണം. അതിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 5 അധികം 6 ഒരു മീഡിയം സ്ലൈസുള്ള ഓണിയൻ നല്ലപോലെ തിന്നായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് ഇടുക. അതിനകത്തേക്ക് അത് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഓയിൽ ഒഴിക്കാൻ. വെളിച്ചെണ്ണയല്ല, ഓയിലായിരിക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്ത്, പിന്നെ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 15ഓളം ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം വലുതായിട്ട് എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ്. നമ്മൾ പിന്നീട് വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ആഡ് കൊടുക്കണം. ഇതും സവാള എല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഒരു പിടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, സവാളയൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ബേ ലീഫും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു 2-3 ടൊമാറ്റോയും കൂടെ നല്ലപോലെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ വഴണ്ടി വരട്ടെ. വഴണ്ടി വരുമ്പോഴത്തേക്ക് ഒരു പകുതി പൈനാപ്പിൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം. അതുമൊക്കെ നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് ഒരു മീഡിയം പുളിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അതുമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു കുക്കറിൽ മട്ടൺ വേവിച്ചെടുക്കുക. മട്ടനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. നല്ലപോലെ വേവിച്ചെടുക്കുക. ഈ വേവിച്ചെടുത്ത മട്ടനും അതിൻ്റെ സ്റ്റോക്കും കൂടെ നമ്മൾ അടുപ്പിലുള്ള മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ആഡ് ചെയ്ത്, പിന്നെ നമ്മൾ 1 കിലോ റൈസ് ആണെങ്കിൽ 1.25 ലിറ്റർ വെള്ളമാണ്. ചെറിയ അരി, അതായത് ജീരകശാല പോലത്തെ റൈസ് ആണെങ്കിൽ 1.25, ബസ്മതി പോലെ വലിയ റൈസ് ആണെങ്കിൽ 1.5 ലിറ്റർ വെള്ളവും ഈ സമയത്ത് ഒഴിച്ച് തിളപ്പിക്കുക. ഈ സമയത്താണ് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണം. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അടച്ച് വെച്ച് നല്ലപോലെ തിളക്കട്ടെ. ഈ സമയത്ത് സൈഡിൽ ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ച് അരിയിട്ട് വേവിക്കുക. ഒരു 3/4 വേവിക്കുക. ഒരു പിടി പുതിനയിലയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഒരു 3/4 വെന്ത് കഴിയുമ്പോൾ അത് ഊറ്റി വടിച്ചിട്ടുള്ള ആ റൈസ് നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇളക്കാവുള്ളൂ, ഫുള്ളായിട്ടിട്ട് ഇളക്കല്. മുകളിൽ റൈസും എല്ലാം വരുന്നതെല്ലാം ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ സെറ്റായിട്ടുണ്ടായിരിക്കും. കണ്ടോ, ഇളക്കി നോക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ ഒട്ടാത്ത റൈസ് വന്നിട്ടുണ്ട്. നല്ലപോലെ ഗ്രേവി അടിയിലുണ്ട്. അടിപൊളി ബിരിയാണിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ മടുക്കത്തില്ല, കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെയാണ്. പ്രത്യേകിച്ച് തണുത്തതിന് ശേഷം ഒരു ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നത്, വൈകിട്ടൊക്കെ കഴിക്കുന്നത് അടിപൊളിയാണ്. നമ്മളിവിടെ ഒരു റൈത്ത പപ്പടം ഒക്കെ ഉണ്ടാക്കിയാണ് കഴിച്ചു വെക്കുന്നത്. കാരണം റൈസൊക്കെ നല്ല വെവ്വേറെ ആയിട്ട് കിടപ്പുണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. മട്ടനും വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. റൈസ് അതിനകത്തിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ബാക്കി കുക്കിംഗ് എന്താ നടക്കുന്നുണ്ട്. റൈസും ഒക്കെ നല്ല ഫ്ലേവർഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്